നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാ വീട്. കൈലാഷ് സാറിനെ എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിക്കുമ്പോ എവിടെ താമസിപ്പിക്കുമെന്ന ഞങ്ങൾ ആദ്യം ആലോചിച്ചത്. ഒഴിഞ്ഞു കിടക്കുന്ന വീട് കുറച്ചു ദിവസത്തേക്ക് വാടകയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോ സരോജിനി ചേച്ചി എതിർപ്പൊന്നും പറഞ്ഞില്ല. മാഡത്തിന് ഇഷ്ടമുള്ള റൂം എടുത്തോളൂ. അവരെല്ലാം പുറത്തു പോകുമ്പോ മാഡം എന്താ അവരോടൊപ്പം പുറത്തു പോഞ്ഞ്? ഈ നാട്ടിൽ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരെല്ലാവരും ചെറുപ്പക്കാര്, കുട്ടികളല്ലേ. എന്നെ പോലെ ഒരാള് കൂടെയുള്ളത് അവർക്കത് അലോസരായാലോ. അതുകൊണ്ടാ ഞാൻ കൂടെ പോവാത്തത്. വെയില് താഴട്ടെ, മാഡത്തിന് എല്ലാ സ്ഥലവും ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ജനക, തിരുവേനിയോ എല്ലാരും ഉണ്ടല്ലോ. ഒരു അങ്ങോട്ട് ഇരുന്നാട്ട്, അങ്ങോട്ട് ഇരുന്നാട്ട്. നിങ്ങൾ താമസിക്കുന്നിടത്ത് പോയിട്ടാ ഞങ്ങൾ വരുന്നത്. ജനകൻ സരോജിനിയുടെ വീട്ടിലേക്ക് കയറി പോണത് കണ്ടെന്ന് കുഞ്ഞിക്കണ്ണനാ പറഞ്ഞത്. ഗോപൻ അറിയാതെ പറഞ്ഞു പോയതാണോ അതോ മനഃപൂർവ്വം പറഞ്ഞതോ? എന്ത്? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞില്ലേ? ജനകൻ താമസിക്കുന്ന സ്ഥലം ജനകന്റെ വീടെന്ന് പറയാൻ ഗോപാലന്റെ മടിയാണല്ലേ? ഗോപാലൻ ചേട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് ജനകൻ ചേട്ടന്റെ വീടാണോ? ജനകൻ ചേട്ടൻ അവിടെ താമസിക്കുന്നതല്ലേ ഉള്ളൂ. അതും ഇതും പറഞ്ഞ് മുഷിയണ്ട. ജനകനോട് നമ്മൾ വന്ന കാര്യം പറയാം. ഇതാരാ? ഇവരെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പാറു ഇപ്പോ ടൗണിലല്ലേ ജോലി ചെയ്യുന്നത്. ടൗണിൽ അവൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡനായത് ഭൂമിക മാഡം. നമസ്കാരം. ജനക, കഴിഞ്ഞ കൊല്ലം വരെ ഉത്സവ സമയമായാൽ ജനകൻ മുഴുവൻ സമയവും ക്ഷേത്രത്തിലുണ്ടാവുമായിരുന്നു, കൂടിയാലോചനയ്ക്കും ശ്രമക്കാരനായും മറ്റും. പക്ഷേ ഇക്കൊല്ലം കൊടിയേറ്റമായിട്ടും ജനകനെ ആ ഭാഗത്തേക്ക് കണ്ടതേയില്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതിനേക്കാൾ വിഷമം എനിക്കുണ്ട് തിരുമേനി. ക്ഷേത്രത്തിലെ ശ്രമക്കാരനായിട്ട് നിൽക്കാൻ കഴിയാത്തതല്ല. ഇത്രയും കാലം നാടിന്റെ ഉത്സവത്തിൽ ആദ്യാവസാനക്കാരായി നിന്ന് എനിക്ക് ഒരു വിഷമം വന്നപ്പോ നാട് മുഴുവൻ മുഖം തിരിച്ചു കളഞ്ഞല്ലോ എന്നുള്ള വിഷമം. ഒരാൾ പോലും എന്റെ കൂടെ നിന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഞങ്ങളിപ്പോ താമസിക്കുന്നത് ആരാന്റെ വീട്ടിലായതുകൊണ്ട് ജനകന്റെ വീടെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ മടി. ജനകന്റെ താമസ സ്ഥലം ഗോപാലനും തിരുമേനിയും ഈ നാട്ടിലെ പ്രമാണിമാരായ നിങ്ങളുമെല്ലാം ഒരു കാര്യം മറന്നു. ജനകനൊരു വീടുണ്ടായിരുന്നു. ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ജനകന് കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് പലിശക്കാരനോട് പറയാൻ പ്രമാണിമാരായ നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ദേവകിയും നല്ല പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാൻ പെരുവഴി നിൽക്കുമ്പോ നാട്ടുകാര്യങ്ങളിലും ക്ഷേത്രകാര്യങ്ങളിലും ആദ്യാവസാനക്കാരൻ നിൽക്കുന്ന ആളാണെന്ന് നിങ്ങളാരും ഓർത്തില്ല. ഒറ്റ മനുഷ്യൻ എന്നെ എന്റെ കുടുംബത്തെയും തിരിഞ്ഞു നോക്കിയില്ല. ജനകനും ദേവകിയും 2 പെൺകുട്ടികളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. തിരുമേനിയോ ഊരായ്മക്കാരോ എന്തിന്? വെള്ളച്ചാൽ ദുർഗാ ഭഗവതി പോലും ഞങ്ങളുടെ ദുരിതം കാണാൻ ഉണ്ടായിരുന്നില്ല. അച്ഛ, ദൈവവിരോധം പറയണ്ട. ഇപ്പോഴും ജീവൻ ബാക്കി കിടക്കുന്നില്ലേ? സ്വന്തം അല്ലെങ്കിലും മഞ്ഞും മഴയും കൊള്ളാതെ കിടക്കാൻ ഒരു മേൽക്കൂരയില്ലേ? അത് ദേവി നമ്മളോട് കാണിച്ച ദയായിരിക്കും. തിരുമേനി, ഉത്സവവും ആഘോഷവും ഓണവും തിരുവാതിരയൊക്കെ നല്ല നിലയിൽ കഴിയുന്നവർക്ക നാളെ എന്തെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ആഘോഷങ്ങൾ. ഇക്കൊല്ലം ജനകൻ എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഉത്തരം ലളിതമാണ് തിരുമേനി.
കഴിഞ്ഞ കൊല്ലം കണ്ട ജനകനല്ല ഈ നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കണ്ട ജനകന് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഈ നിൽക്കുന്നത് സ്വപ്നങ്ങൾ മൊത്തം തകർന്നുപോയ ജനകനാണ്. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചുപോയ ജനകനാണ്. നെഞ്ചിനകത്ത് വലിയൊരു തീക്കൂനോട് നടക്കുന്ന എനിക്ക് എന്തുത്സവം! ദേവിയെ ആറാട്ടിനെഴുന്നള്ളിക്കുമ്പോ ഞാൻ അവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കും. ഈ ജനകന്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വെള്ളച്ചാൽ ദുർഗാ ഭഗവതിക്ക് മനസ്സിലാകും. ജനകൻ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ജനകനും കുടുംബത്തിനും ഒരു കഷ്ടസ്ഥിതി വന്നപ്പോ ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, അത് സത്യം തന്നെയാ. പക്ഷേ ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ആളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. ജനകൻ അതുകൂടി ആലോചിക്കണം. ജനകന് കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് പലിശക്കാരനോട് പറയാൻ തിരുവേനിക്കും ഇവർക്കുമൊക്കെ കഴിയുമായിരുന്നില്ലേ? അതുപോലെ നിങ്ങൾ ചെയ്തില്ലല്ലോ. നിങ്ങളുടെയൊന്നും കുറ്റമായിരിക്കില്ല. എന്റെയും കുടുംബത്തിന്റെയും തലയിൽ വരച്ചത് ഞങ്ങൾ അനുഭവിക്കണ്ടേ? ഉത്സവക്കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾ ജനകൻ ചേട്ടനെ അനുവദിക്കില്ല. പഴയതുപോലെ ജനകൻ ചേട്ടൻ ആദ്യ അവസരം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ജനകൻ ചേട്ടനെ വലിയൊരു ചുമതല ഏൽപ്പിക്കാനാ ഞങ്ങളുടെ തീരുമാനം. തിരുമേനി, ആ താക്കോൽ അങ്ങോട്ട് ജനകൻ ചേട്ടനെ ഏൽപ്പിച്ചോളൂ. ഇത് ദേവിയുടെ തിരുവാഭരണ പെട്ടിയുടെ താക്കോല. ഇത് തിരുവാഭരണ പെട്ടി സൂക്ഷിക്കുന്ന സേഫ് ലോക്കറിന്റെ താക്കോല. ഇത് ജനകൻ സൂക്ഷിക്കണം. ഞാനോ? ജനകൻ ചേട്ടൻ തന്നെ. തിരുവാഭരണങ്ങൾ മുഴുവൻ അണിയിച്ചിട്ടാ ദേവിയെ ദേശപ്രദക്ഷിണത്തിന് കൊണ്ടുപോവുക. ജനകൻ ചേട്ടൻ അറിയാലോ. ആ സമയത്ത് ജനകൻ ചേട്ടൻ വന്ന് സേഫ് ലോക്കർ തുറന്ന് തിരുവാഭരണ പെട്ടിയെടുത്ത് തിരുമേനിക്ക് കൊടുക്കണം. ദാ ജനക. വേണ്ട തിരുമേനി, ഇതൊരു വലിയ ഉത്തരവാദിത്വമാ. ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവും മനക്കെട്ടിയും ആരോഗ്യവും എനിക്കിപ്പോ ഇല്ല. ഇത് ഞങ്ങളുടെ തീരുമാനമായിട്ട് കാണണ്ട, വെള്ളച്ചാൽ ദുർഗാദേവിയുടെ തീരുമാനമായിട്ട് കണ്ടാ മതി. ദേവിയോട് ദുർമുഖം കാണിക്കാൻ പാടില്ല. ഇത് വാങ്ങൂ ജനക. ദേവി, അമ്മേ, താക്കോല് ഭദ്രമായിട്ട് വെക്കണമോ? കൈമോശം വരാതെ നോക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. ഹലോ, പറ, എന്തായി? പ്രതാപ സാറേ, പറഞ്ഞതുപോലെ തിരുവാഭരണപ്പെട്ടിയുടെ താക്കോല് ജനകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് കളി മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ല. തിരുമേനി ഇതിന് കൂട്ടിക്കില്ലെന്ന് ഞങ്ങൾക്കറിയില്ലേ? ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ കൊല്ലത്തെ ഉത്സവം ഒന്ന് കൊഴുക്കും. ഉത്സവം അവസാനിക്കുമ്പോ ജനകനും ചട്ടമ്പി പാറും ജയിലില്ല.